ഹായ് ഫ്രണ്ട്സ്, അനിക്സ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അറബിക് കുനാഫയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുനാഫ എന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ ആവണ്ട. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കുനാഫയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കുനാഫ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യമായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സേമിയ, ഇതൊരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ സൈസിട്ടുള്ള വേമിസെല്ലിയാണിത്. ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വളരെ ചെറിയ സൈസായിരിക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ള വേമിസെല്ലി ഓൾറെഡി റോസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രിസ്പിയായി കിട്ടണം. അതേസമയം കരിയാനും പാടില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ട് റോസ്റ്റായി വരുന്ന നേരത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര. ഇവിടെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. 1/4 കപ്പ് പാൽപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. അടുത്തതായി നമുക്ക് കുനാഫയിലോട്ടുള്ള ക്രീം ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. ഇവിടെ ഞാൻ ഹോൾ മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഫില്ലിങ് നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. അടുത്തായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാൽപ്പൊടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രമേ അടിക്ക് പിടിക്കാതിരിക്കുകയുള്ളൂ. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തണുത്ത പാലിലേക്ക് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താലും മതിയാകും. ഇത് നന്നായിട്ട് തിക്കായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് പിസ്തയാണ്. ഇത് ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിസ്ത കൂടെ ചേർന്നാലേ ഇതിനൊരു അറബിക് ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി നമുക്ക് കുനാഫ അസംബിൾ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് വെച്ച് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ പിസ്ത പൊടിച്ചത് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വേമിസെല്ലിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇതൊന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ ലെയർ മാറി മാറി വെച്ച് കൊടുത്ത് നമ്മുടെ കുനാഫ റെഡിയാക്കി എടുക്കാം. അവസാനമായിട്ട് നമ്മുടെ വേമിസെല്ലി മിക്സ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് ബാക്കി വന്നിട്ടുള്ള പിസ്ത വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുനാഫ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. കൂടുതൽ സമയം വെച്ചാൽ ഇതൊന്നുകൂടെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓതൻറ്റിക് ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുനാഫ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇനിയും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.